എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. സിദ്ദീഖ് ഇപ്പോഴും മുങ്ങി നടക്കുകയാണ് ഗൈസ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ. കഴിഞ്ഞ ദിവസം ഈ കാണുന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു സ്റ്റോറി പുള്ളിക്കാരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർക്ക് സിദ്ദീഖ് മുൻപ് അയച്ച ഒരു വോയിസ് റെക്കോർഡും അതുപോലെ തന്നെ ആ ഒരു ചാറ്റിന്റെ ഭാഗമാണ് ഈ സ്റ്റോറി ഇട്ടേക്കുന്നത്. എവിടെയാണ് നീ? അന്ന് മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. എനിക്ക് പുതിയ റീൽസൊക്കെ അയച്ചു തരണേ. ഇക്കായ്ക്ക് എത്ര റീൽസ് വേണം? നല്ലൊരു പെങ്കൊച്ച് കാക്കവത്തി പോകണ്ടല്ലോ എന്ന് പറഞ്ഞതാ. ഇക്കായ്ക്ക് എത്ര റീൽസ് വേണം? ഹായ് മോളെ, ഹായ് മോളെ എന്നൊക്കെ വെച്ചിട്ടാണ്. ഇത് 2021 ഒക്ടോബർ 5 വന്ന സാധനമാണിത്. ഇന്നലത്തെ പ്രണയ സംഭാഷണങ്ങൾ മുഴുവൻ ഞങ്ങൾ കേട്ട് സ്റ്റിൽ ഒരു കുഴപ്പവും ഇല്ല. നമ്മൾ ആദ്യം വിചാരിച്ചത് മറ്റേ 10 കൊല്ലം മുമ്പുള്ള കേസാണ്, ഇപ്പൊ നന്നായി കാണുന്നത്. എവിടുന്ന് ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴും പുള്ളി പിടിച്ചേക്കുന്നത്. ചതിക്കും. എനിക്ക് റീൽസ് ഒക്കെ അയച്ചു തരണേ, എന്നിട്ട് റീൽസ് അയച്ചു കൊടുക്കുമ്പോ അതിനകത്തൂടെ പരിപാടി നടത്താനുള്ള പരിപാടിയാണ്. പുള്ളിക്കാരത്തെ വേറെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കുന്നുണ്ടായിരുന്നു, നമുക്ക് അതോടെ ഒന്ന് കേട്ടു നോക്കാം. ദാറ്റ് ഫേമസ് ആക്ടർ വൺ ആസ്ക് മീ, നീ എന്താ ഫിലിമിൽ ട്രൈ ചെയ്യാത്തത്? നീ എറണാകുളം വാ, നിനക്ക് ഞാൻ ഒരു റോള് സെറ്റാക്കി തരാം. എനിക്ക് അപ്പോൾ തന്നെ അതൊരു നെഗറ്റീവ് വൈബ് അടിച്ചു. ഐ സെഡ് ഫിലിമിൽ ആക്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ സ്ലോലി ഞാൻ റിപ്ലൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ആക്കി. ആദ്യം ഒന്നും അവൾക്ക് ഒരു സംശയം തോന്നിയില്ല, ആ സൗണ്ട് മാറിപ്പോയതാണ് കുഴപ്പമായത്. പുള്ളിക്കാരത്തേക്ക് തന്നെ ഇയാളുടെ ഒരു പെരുമാറ്റത്തിൽ നിന്ന് എന്തോ നൈസായിട്ടൊരു റോങ് അടിച്ച് അതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. എല്ലാ കോഴികൾക്കും തുടക്കം, ഒരു ചാറ്റ് തുടങ്ങുമ്പോൾ ഒരു സിഗ്നേച്ചർ കാണും. അണ്ണന്റെ സിഗ്നേച്ചർ എന്താണെന്ന് വെച്ചാൽ ഹായ് മോളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അണ്ണൻ തുടങ്ങുന്നത്. എന്താ പേര്? ഇവിടുത്തെ സ്റ്റാഫ് ഗസ്റ്റിനോട് പേര് പറയാൻ പാടില്ലെന്ന നിയമം. ആ നിയമത്തിന് മറികടന്ന് പേര് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഉണ്ട് സർ. സോറി ട്ടാ. ഈ മോളെ വിളിയെ പറ്റി നമ്മുടെ ഏരിയ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് വേണം അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം. അപ്പൊ ഈ മോളെ വിളി കൊണ്ട് പുള്ളിക്കാരൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ, എല്ലാവരെയും വിളിക്കുന്ന പോലെ മോളെ, ഈ മോളെ വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് അറിയില്ല. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. ഈ മോളെ വിളിച്ചാണ് തുടങ്ങുന്നത്. അപ്പൊ ഇക്കൊക്കെ ആരെടുത്തെങ്കിൽ ഈ മോളെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ വിചാരിച്ചോണം ഇവ മറ്റേ പരിപാടിക്കാ നിൽക്കുന്നത്. ഭവാനി. ഭവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. പോയെ പോയെ. നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി. തൊലി വെളുപ്പുള്ള പെണ്ണുങ്ങളെ കാണുമ്പോഴുള്ള സൂക്കേട് നിന്റെ വാപ്പയ്ക്ക് ഇത് തന്നെയല്ലടാ ഇന്നത്. മലയാള സിനിമയിലെ സംഘടനകൾ തമ്മിലുള്ള ചേരിപ്പോരാണ് തനിക്കെതിരായ കേസിന്റെ കാരണമെന്ന് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ. അയക്കെന്തറ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്, ഇത് അതുക്കും മേലെ. ഇതാണ് അപേക്ഷ എങ്കിൽ തിങ്കളാഴ്ച മിക്കവാറും ഇതും എടുത്ത് വിളയെ കളയാനുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഗൈസ്. തോളിലിട്ടതാ 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. മുൻകൂർ ജാമ്യ ഹർജി തള്ളി 3 ദിവസമായിട്ടും നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ പോലീസിന്റെ ഒളിച്ചുകളി. അതല്ല ഉദ്ദേശം, ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. ഇനി സിദ്ദീഖ് കാണാൻ തനിയെ കാണാൻ വന്ന് കമോൺ അറസ്റ്റ് മീ എന്തെങ്കിലും പറഞ്ഞ് വന്ന് കഴിഞ്ഞ അങ്ങാണം പിടിച്ചെങ്കിലായി. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ കണ്ടെത്തുന്നു. നമ്പർ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.